മഹാദേവ്യൈ നമഃ. ഭൂഭാരക്ഷുദ്രരക്ഷോ ഗണചടുലരണേ പ്രാണഹൃൽഗണ്ഡക ഖഡ്ഗപാണേ ഭൃംഗാളി പൂർണ്ണമന്ദാരകകുസുമധരേ ഭൂരികാരുണ്യധാരേ ഭംഗ്യാ വന്നൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 26-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്ര ചരിതം ആണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃതപുത്രനുമായി ചുടലക്കാട്ടിലെത്തിയ രാജ്ഞിയെയും തൻ്റെ പുത്രനെയും ഭാര്യയെയും പുത്രനെയും ഹരിശ്ചന്ദ്രനെ പത്നിയായ രാജ്ഞിയും തിരിച്ചറിയണു. ആ മൃതപുത്രൻ്റെ ശരീരത്തെ വെച്ചുകൊണ്ട് രണ്ടുപേരും വിലപിക്കുന്ന ഭാഗങ്ങൾ അവലോകനം ചെയ്തു കൊണ്ടുവന്നു. താൻ ചണ്ഡാലൻ്റെ ദാസ്യനായി ഇവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും രാജ്ഞി പറഞ്ഞു, എന്തായാലും അങ്ങ് ഇതുവരെ വാക്കിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ലല്ലോ, സത്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ലല്ലോ. അങ്ങിപ്പോൾ ആ ചണ്ഡാലൻ്റെ ദാസനാണ്. ഒരു യജമാനൻ കൽപ്പിച്ചിരിക്കുന്നത് ദാസൻ ചെയ്യാൻ കടമപ്പെട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ ശിരച്ഛേദം ചെയ്യാനാണല്ലോ അങ്ങയുടെ യജമാനനായിട്ടുള്ള ചണ്ഡാളൻ കൽപ്പിച്ചിരിക്കുന്നത്. ആ കൽപ്പന അങ്ങ് ചെയ്യണം. എൻ്റെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് ആ വാക്കുകളെ സത്യമാക്കൂ എന്നിതാ തൻ്റെ പത്നി പറഞ്ഞത് കേട്ട ഹരിശ്ചന്ദ്രൻ വീണ്ടും ബോധരഹിതനായി വീണു. പിന്നീട് ബോധം കിട്ടിയപ്പോഴാണ് പറയുന്നത്, ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്കുകൾ എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ എങ്ങനെ കഴിഞ്ഞു? എങ്ങനെ എനിക്ക് ഈ കർമ്മം ചെയ്യാനാവും? അതിലും നല്ലത് ഞാൻ എൻ്റെ ദേഹത്തിനെ ഈ ചുടലക്കാട്ടിൽ തന്നെ ദഹിപ്പിക്കുന്നതാണ് നല്ലത്. മകനെ ചിതയിൽ വെച്ച് ചിത കൊളുത്തി ആ ചിതാഗ്നിയിൽ ഞാനും ചാടി എൻ്റെ ശരീരത്തിനെ ദഹിപ്പിക്കാം. യജമാനൻ പറഞ്ഞ വാക്കുകളെ, കൽപ്പനയെ ചെയ്യാത്ത പക്ഷം ആ സത്യത്തിന് എനിക്ക് രൗരീഭാഗം, വൈതരണി, അസിപത്രവനം എന്നിങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും നരകത്തിലൊക്കെ യാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. വിരോധമില്ല, യാതനകൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എങ്കിലും സ്വന്തം പത്നിയുടെ ശിരച്ഛേദം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണം. ഇത് വിധിയുടെ വിളയാട്ടാണ്. ആ വിധി നമ്മളെ പരീക്ഷിക്കുകയാണ്, ദുഃഖത്തിലപ്പുറം ദുഃഖങ്ങൾ തന്നുകൊണ്ട്. അതുകൊണ്ട് ഞാൻ മകനെ ചിതയിൽ വെച്ച് ആ ചിതയിൽ തന്നെ ഞാനും ചാടി ഇതാ എൻ്റെ ജീവനെയും ഞാൻ ത്യജിക്കാം. നീ തിരിച്ചു ചെന്ന ആ ബ്രാഹ്മണൻ്റെ ദാസിയായി കൊണ്ടുവേണ്ട സേവനങ്ങൾ ചെയ്ത് വിധി നമ്മളെ ഒന്നു ചേർക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും പരലോകത്തിൽ നമുക്ക് വീണ്ടും ഒന്നുചേരാം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭാര്യയെ തിരിച്ചു പോകാനായിട്ട് പറയുകയാണ്. ഇത്തരത്തിലുള്ള ഭർത്താവിൻ്റെ ഹരിശ്ചന്ദ്രൻ്റെ വാക്കുകളെ കേട്ട രാജ്ഞിയെ വീണ്ടും അവിടെ ഇതാ ബോധരഹിതയായി വീണു എന്നാണ് പറയണത്. വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞ് ബോധത്തിൽ നിന്നും ബോധം വന്നു, ഉണർന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
ഞാനും എന്നാൽ അങ്ങയുടെ ചിതയിൽ തന്നെ ചാടി മരിക്കാം. ദുഃഖഭാരം എനിക്കും താങ്ങാനാവുന്നതല്ല. ഇപ്പോൾ ഇതാ ഏക അവലംബമായിട്ടുള്ള മകനും പോയി, അങ്ങും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്? ഈ ദുഃഖത്തിനെ എനിക്ക് എങ്ങനെയാണ് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക? അതുകൊണ്ട് ഞാനും സതീധർമ്മമനുസരിച്ച് അങ്ങയുടെ ചിതയിൽ ചാടി ഞാനും മരിച്ചുകൊള്ളാം. അങ്ങയോടൊപ്പം വരുന്നതാണ് എനിക്കും ശ്രേയസ്. അങ്ങയോടൊപ്പം ഞാൻ സ്വർഗവും നരകവും അനുഭവിക്കാൻ എന്തായാലും തയ്യാറാണല്ല. ഈ ഒരു കൃത്യം ചെയ്യുന്നതുകൊണ്ട് പാപമാണ് ഫലമായി കിട്ടുന്നത്. ആ പാപഫലങ്ങൾ അനുഭവിക്കാൻ നരകയാതനകളിൽ പോകേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. എന്നാൽ അങ്ങയുടെ കൂടെ തന്നെ ആ നരകയാതനകൾ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള തൻ്റെ ഭാര്യയും രാജ്ഞിയുമായ മാതാവിൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് തോന്നിയ ഹരിശ്ചന്ദ്ര മഹാരാജാവ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 26-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഹരിശ്ചന്ദ്രചരിതം വീണ്ടും ഒരധ്യായം കൂടി ഇവിടെ പറയുന്നുണ്ട്. ദേവി ഭാഗവതത്തിലെ 27-ാമത്തെ അധ്യായം. അത് നമുക്ക് നാളെ മുതൽ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.